ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട് തകർക്കാൻ പറ്റിയ ഒരു അടിപൊളി ആപ്പാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് ഈ നമ്മുടെ ഫോട്ടോസൊക്കെ ശരിക്ക് ഈ ആപ്പിൽ ഇട്ടിട്ട് നമുക്ക് കാർട്ടൂൺ രൂപത്തിലാക്കാൻ പറ്റും. മുമ്പൊരു ആപ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഫേസ് ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കുറച്ചും കൂടി നല്ല പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ആപ്പ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. നമുക്ക് ആദ്യം പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം നമ്മൾ സെർച്ചിൽ ടൂൺ എന്നടിക്കുക. ടൂൺ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തൊട്ട് താഴെ ടൂൺ ആപ്പ് എന്ന് കാണാം. ആ ടൂൺ ആപ്പ് സെലക്ട് ചെയ്യുക. ടൂൺ ആപ്പ് ഓൾ കാർട്ടൂൺ ഫോട്ടോ എഡിറ്റർ കാർട്ടൂൺ യുവർ സെൽഫ് എന്നാണ് ആ ആപ്പിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യാം. നമുക്കപ്പോൾ ടൂൺ ആപ്പ് ഓപ്പൺ ചെയ്യാം. നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഗാലറിയാണ് ഓപ്പൺ ആവുന്നത്. തൊട്ട് താഴെ ക്യാമറ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാമറ ഉപയോഗിച്ച് ഫ്രഷ് ഫോട്ടോ എടുത്തിട്ട് വേണമെങ്കിൽ ഇതിൽ വെച്ച് ഇങ്ങനെ എഡിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഗാലറിയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. എൻ്റെ തന്നെ ഒരു ഫോട്ടോയാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കാണിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരസ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അത് ഓൾറെഡി അഡ്വർടൈസ്മെൻ്റ് ഉള്ളൊരു ആപ്പാണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുകളിലായിട്ട് കണ്ടിന്യൂ ടു ആപ്പ് ടൂൺ ആപ്പ് എന്ന് കാണാം. അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സൈസ് വേണമെങ്കിൽ, ഫോട്ടോയുടെ സൈസ് വേണമെങ്കിൽ കുറയ്ക്കുകയോ കൂട്ടുക എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ട സൈസ് ഏതാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വച്ചതിന് ശേഷം, സെൻറ്ററിൽ വച്ചതിന് ശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ലോഡിംഗ് എന്ന് കാണിച്ചുകൊണ്ടിരിക്കും. വി ആർ ഡ്രോയിങ് യുവർ കാർട്ടൂൺ എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. കണ്ട നമ്മുടെ ഫോട്ടോ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണല്ലേ. പക്ഷേ നമ്മുടെ ഫോട്ടോ വന്നപ്പോൾ തന്നെ തൊട്ട് താഴെ ഇവർ പേയ്മെൻറ്റ് ചോദിക്കുന്നുണ്ട്. പെർ ഇയർ 599, പെർ മന്ത് ആണെങ്കിൽ 99. അപ്പോൾ നമ്മളെന്തായാലും ക്യാഷ് കൊടുത്തെടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിത് ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മളിത് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 days ഫ്രീ ട്രയലിന് ഇവർ കൊടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. പക്ഷേ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താലും നമ്മൾ പേയ്മെൻറ്റ് അടക്കാനുള്ള ഓപ്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണില്ല. പക്ഷേ ഇവരുടെ ഈ കമ്പനി ചെയ്തു വെച്ചേക്കണ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനോ ഒന്നും ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമ്മൾ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണില്ല. അപ്പോൾ ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തൊട്ട് മുകളിൽ റൈറ്റ് സൈഡ് മുകളിലായിട്ടൊരു ആരോ മാർക്ക്, ഒരു ഡിമ്മായിട്ടൊരു ആരോ മാർക്ക് കാണുന്നത്, ഒരു ഇൻഡു മാർക്കാണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഇത് എക്സിറ്റ് അടിക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ പേയ്മെൻറ്റിൽ നിന്ന് എക്സിറ്റ് അടിക്കാൻ പറ്റുള്ളൂ. നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും നമ്മുടെ അടുത്ത് പരസ്യം വരുന്നുണ്ട്, അത് നമ്മൾ ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇപ്പോൾ കാർട്ടൂണായിട്ടുള്ള ഫോട്ടോ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെ നമുക്ക് ഈ ഫോട്ടോയുടെ പല ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്കിങ്ങനെ മാറ്റാൻ പറ്റും, പല മോഡലിൽ നമുക്ക് ആക്കാൻ പറ്റും. കുറേ ഓപ്ഷൻസ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഞാനിപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് വന്നു. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മറ്റേ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറി. ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു റൗണ്ട് കളർ കുറേ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കണ്ടോ, അപ്പോൾ നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കളർ വെച്ച് സെലക്ട് ചെയ്തിട്ട് സേവ് കൊടുക്കാം. കണ്ടോ, ഇത് വേറൊരു മോഡലാണ്. ഇങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഇതിൽ ഒരു ക്രൗണിൻ്റെ ചിഹ്നമുള്ള ഒരു സംഭവം കണ്ടോ, ക്രൗണിൻ്റെ ചിഹ്നമുള്ളൊരു ലേ ഔട്ട് കൊടുത്തേക്കുന്നുണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ട്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേഗം തന്നെ വീണ്ടും അവർ പേയ്മെൻറ്റിൻ്റെ ഇതിലേക്ക് പോകും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മൾ മലയാളികളായതുകൊണ്ട് നമ്മളതൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കളയാം. സ്കിപ്പ് ചെയ്യുമ്പോൾ പരസ്യം എത്ര വേണമെങ്കിലും കണ്ടോട്ടെ, നമ്മൾ പരസ്യം കാണാനൊക്കെ നമ്മൾ തയ്യാറാണ്. നമുക്ക് എന്തായാലും നമുക്കിതൊന്ന് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യണത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് നോക്കി ഇപ്പോൾ സെലക്ട് ചെയ്യാനാണ്. ഇത് മതി. അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ 1 2 3 4 5 എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇതിൻ്റെ പല ഡിസൈനുള്ളത് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ 2 3 4 5 ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് 2 സെലക്ട് ചെയ്ത് ബാക്കിൽ ഇങ്ങനെ സ്റ്റാറൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത്രയും ഞാൻ കൊടുത്തതിന് ശേഷം ഞാൻ അപ്ലൈ കൊടുക്കണേണ്. അപ്ലൈ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് മിനി ഇമേജ് എന്ന് പറയുന്ന സംഭവമുണ്ട്. മിനി ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് എഡിറ്റ് ചെയ്യണതിന് മുന്നുള്ള ഫോട്ടോ ഇതിൻ്റെ താഴെ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കാണിക്കും. അതായത് ഈ ഫോട്ടോ ആണ് നമ്മൾ എഡിറ്റ് ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ മിനി ഇമേജ് കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കത് ഓഫ് ചെയ്തിടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗെറ്റ് ഹൈ ക്വാളിറ്റിന്ന് ക്ലിക്ക് ചെയ്താൽ വീണ്ടും ഒരു പേയ്മെൻറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് വീണ്ടും നമുക്ക് എക്സിറ്റ് ചെയ്യാം. നമുക്ക് ലോ ക്വാളിറ്റി തന്നെ മതി. ഇതിൻ്റെ തൊട്ട് താഴെ ഇൻസ്റ്റാഗ്രാമിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാം, ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യാം, പിന്നെ അതർ ആപ്പിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. വാട്സപ്പിലേക്ക് നമ്മൾ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എഡിറ്റഡ് ബൈ നമ്മുടെ ഈ ആപ്പിൻ്റെ പേര് അങ്ങനെയൊക്കെ വരും ഇങ്ങനെ ഷെയർ ചെയ്യാൻ നേരത്ത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഷെയർ ചെയ്യണേക്കാട്ടും നല്ലത് നമ്മളിത് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഷെയർ ചെയ്യണമായിരിക്കും നമുക്ക് നല്ലത്. അപ്പോൾ നമുക്കിവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് ഓൾറെഡി അത് സേവ് ആവും. പിന്നെ ഇതിൽ ടൂൺ ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർമാർക്ക് ഇതിൻ്റെ അകത്ത് വരും കേട്ടോ. അപ്പോൾ നമുക്കത് വാട്സപ്പിൽ ഷെയർ ചെയ്യാൻ നേരത്ത് ഈ വാട്ടർമാർക്ക് ഉണ്ടാവും. വേണമെങ്കിൽ നമുക്ക് ആ വാട്സപ്പിൽ ഷെയർ ചെയ്യാൻ നേരത്ത് ആ ഭാഗം ഇങ്ങനെ ക്രോപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള ഈ ആപ്പ് വളരെ സിമ്പിളായിട്ട് നമുക്കിതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. വേറെ ഒന്നുമില്ല, നമ്മൾ നമ്മുടെ ഫോട്ടോ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അവർ ഇതുപോലെ കാർട്ടൂൺ ആക്കി തരും. നമ്മൾ ഏത് ഫോട്ടോ ഇട്ട് കൊടുത്താലും നമുക്ക് ഇതുപോലെ ഇങ്ങനെ കാർട്ടൂൺ ആക്കി തരും. വളരെ സിമ്പിളാണ്, കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.